ഇങ്ങനെ ലാഭക്കണക്ക് തുറന്നു പറഞ്ഞതാണ് മലയാളി വ്യവസായി CJ റോയിയുടെ ജീവൻ അപഹരിച്ചതെന്ന് പറഞ്ഞാൽ അത് തെറ്റാകാനിടയില്ല. തനിനാടൻ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. പൊതുവെ ഒരിക്കലും ആരും തുറന്നു പ്രകടിപ്പിക്കാത്ത ഈ ലാഭക്കണക്ക് പല ഉന്നത നേതാക്കൾക്കും പിടിവള്ളിയായി. സർജാപൂരിൽ നിന്ന് മാത്രം 300% ലാഭം. 340 ഏക്കർ ഭൂമിക്കാണ് ഈ ലാഭക്കണക്ക് റോയി പുറത്തു പറഞ്ഞത്. ഇതിന്റെ പങ്ക് ലഭിക്കാൻ ആരെല്ലാം മോഹിച്ചു? നമുക്ക് അതിന് വരും നാളുകളിൽ ഉത്തരം ലഭിക്കുമോ? തുടർച്ചയായ ദിവസങ്ങളിൽ EDയും IT ഡിപ്പാർട്ട്മെന്റും റെയ്ഡ് തുടർന്നതിന്റെ സാഹചര്യം കർണാടക സർക്കാർ SIT പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ചാനൽ അവതാരകൻ ചാനലിൽ ആവർത്തിച്ചതുപോലെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന റെയ്ഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം പലരും നെറ്റിച്ചുളിക്കുന്നു. തുടർന്ന് ചള്ളുവിലയ്ക്ക് ഓരോ വൻകിട സ്ഥാപനങ്ങൾ സ്വന്തമാക്കുന്നു. ACC സിമന്റ് അദാനിയുടെ കൈവശം എത്തിയതിനെ ഇത്തരത്തിൽ പല പ്രമുഖ മാധ്യമങ്ങളും തുറന്നെഴുതിയിരുന്നു. ഇത്തരത്തിൽ ഇവിടെയും സംഭവിക്കുന്നുവെന്ന് അനുമാനിക്കുന്നവരെയും ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെയും കുറ്റം പറയാമോ? ആരെയും സംരക്ഷിക്കുകയും വേണ്ട, കുറ്റം ആരോപിക്കുകയും വേണ്ട. സത്യവും നീതിയും പുലരണം. ഏത് ഉന്നതനായാലും രക്ഷപ്പെടരുത്. ഒരു 10 വർഷം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പത്മശ്രീ യൂസഫ് അലിയെ വരെ പിന്നിലാക്കി റോയി മുന്നേറുമെന്ന് ആര് കണ്ടു? എന്തായാലും കർണാടക പോലീസിന്റെ അന്വേഷണം നീതി ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കാം. നന്ദി. തനിനാടൻ മലയാളി. സീറോ ഡെറ്റ് കമ്പനിയാണ്. സോ ഞങ്ങൾ കടം മേടിക്കാറില്ല. കടം ധനമെന്ന് വിചാരിക്കുന്ന ഒരു ടീമല്ല. കടം കൊടുക്കാറുണ്ടോ സാർ? ഇല്ല, കൊടുക്കാറില്ല. കടം കൊടുക്കാറുമില്ല, കടം മേടിക്കാറുമില്ല. ഞാൻ HP-യിലായിരുന്നു 1997 വരെ. I am a technocrat. I was the first person to have implemented ERP, Enterprise Resource Planning. അങ്ങനെ ഒരു ദിവസം റിയൽ എസ്റ്റേറ്റിലേക്ക് ഞാൻ ചോയ്സ് ആയിട്ട് വന്നതാണ്. ഞാൻ ബ്രോക്കറായിട്ട് വന്നതല്ല, അല്ലാണ്ട് ഈ ഫീൽഡ് വേണം എന്ന് വെച്ച് ഞാൻ വന്ന ആളാണ്. In the last 20 years we have created this magnificent group called as Confident Group. We have over 15,000 customers. എനിക്ക് ഒരു കംപ്ലൈന്റ് പോലും ഇല്ല. എന്നുവെച്ചാൽ അത്ര ഞങ്ങൾ കസ്റ്റമർ ഓറിയന്റഡ് കമ്പനിയാണ്. ഇതിന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ പറഞ്ഞു കാണാം, ഞാൻ കുറെ കഷ്ടപ്പെട്ടു, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട ബിസിനസ്സിൽ വന്നതെന്ന്. എൻ്റെ ഒരു വ്യത്യസ്ത സ്റ്റോറിയാണ്. ഞാൻ ഒരു ദിവസം പോലും കഷ്ടപ്പെട്ടിട്ടില്ല. ലൈഫ് ആസ് എ സെലിബ്രേഷൻ പറഞ്ഞ ആളാണ്. അപ്പോൾ എനിത്തിങ് ദാറ്റ് ഐ ഡു ഐ ഹവ് ഡൺ സ്റ്റെപ്പ് ബൈ. പൈസയ്ക്ക് ഉണ്ടാക്കുന്ന ആളല്ല ഞാൻ. സിനിമ ഉണ്ടാക്കുന്നത് പാഷന് വേണ്ടിയാണ്. എൻ്റെ ഒരു സന്തോഷം പാഷന് വേണ്ടി ഞാൻ ചെയ്യണേ. അതാണ് എൻ്റെ ഒരു സിനിമയുടെ ആറ്റിറ്റ്യൂഡ്. സർജാപൂർ എന്നുള്ള സ്ഥലത്ത് ഓൾമോസ്റ്റ് 350 ഏക്കേഴ്സ് മേടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് ഇന്ന് വലിയൊരു IT ഹബ്ബ് വരാൻ പോകുന്ന. ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് സാർ എന്തായിരുന്നു ആ ഒരു ഡെസിഷനിലേക്ക് വന്നത്? അന്ന് ഇയർ 2000-ലാണ് സർജാപൂരിൽ പോണേ. ഓക്കെ. അപ്പോൾ സർജാപൂർ ഇസ് ബിറ്റ്വീൻ ഇലക്ട്രോണിക് സിറ്റി ആൻഡ് വൈറ്റ് ഫീൽഡ്. അപ്പോൾ അതൊരു ആട് മെയിൻ ഒരു സ്ഥലമാണ്, വില്ലേജ് ആണ്, കുഗ്രാമം. അപ്പോൾ അവിടെയാണ് ഞാൻ ആദ്യം പോയി മേടിക്കുന്നത്. അപ്പോൾ 6 ലക്ഷം രൂപയാണ് ഏക്കറിന്. അപ്പോൾ എന്ന് വെച്ചാൽ 6000 രൂപ സെന്റിന്. ഇന്ന് അത് 18 ലക്ഷമാണ് സെന്റിന്. 6000 രൂപന് 18 ലക്ഷം. അപ്പോൾ 300 ടൈംസ് പെർസെൻറ്റേജിൽ എടുക്കുകയാണെങ്കിൽ 30,000% ആണ് അപ്രിസിയേഷൻ വന്നത്. ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ഒരു സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് ആണ് മാക്സിമം അപ്രിഷിയേറ്റ് ആവുന്നത്. ആ ഒരു കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്തിട്ടാണ് ഞാൻ സർജാപൂർ മേടിച്ചത്. പക്ഷെ അതേ സെയിം ടൈമിന് ഞങ്ങൾ അന്നൊക്കെ അഡ്വർടൈസ്മെന്റ് ഇടാറ് എന്താണെന്ന് പറയുക, ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഫ്രണ്ട് പേജിൽ ബ്രാൻഡ് സർജാപൂർ. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്താണ്? അപ്പോൾ ഞാൻ സർജാപൂരിനെ ബ്രാൻഡ് ചെയ്യാറ്, കോൺഫിഡൻറ്റിൻ്റെ അല്ല. എന്തിനാണ് സർജാപൂർ മേടിക്കേണ്ടത്? പക്ഷേ അതൊരു സത്യമാണ്. അന്ന് എയർപോർട്ടിൻ്റെ അവിടെ ആ സമയത്ത് 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 കോടി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. സർജാപൂർ 6 ലക്ഷത്തുനിന്ന് 18 കോടിയിലേക്ക് പോയി. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ദാറ്റ് യുവർ വിഷൻ. സോ ആൻഡ് ഇൻ റിയൽ എസ്റ്റേറ്റ് your maximum money you will make in land. Construction you don't make money. ഞങ്ങളുടെ almost 40% goes to taxes and other expenses. Salary tax expenses ആണ്. 60% is only which comes for the construction and the rest of the profit. ഒരു നല്ലൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് 10% മേലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. 8% കിട്ടുന്നത് ഈസ് എക്സ്ട്രീംലി ഗുഡ്. സോ ദ റിയൽ എസ്റ്റേറ്റ് കമ്പനി
what we have been successful is right time, right investment into land. ഓക്കെ. So ആവേശത്തിൽ പറഞ്ഞ ആ ഒരു സത്യമാണ് ബാംഗ്ലൂർ. അതില് ഞാൻ ബെനിഫിറ്റഡ് a lot. വേറൊരു രംഗണ്ണയാണ്. രംഗണ്ണൊക്കെ പിന്നെ വന്നല്ലേ? ഞാൻ രംഗണ്ണന്റെ പൈസ ലാൻഡ് മേടിച്ച ആളാണ്. അത് ശരിയാ. സാറ് സീറോ ഡെറ്റ് ഒരു ഗോൾഫ് കോഴ്സ്, I think around 350 acres? 330 acres. Okay, അത് ഡെറ്റ് ഫ്രീ. ഡെറ്റ് ഫ്രീ. ദിസ് ഗോൾഫ് കോഴ്സ് നമ്മുടെ ബാംഗ്ലൂരിന്ന് ജസ്റ്റ് 60 minutes ഫ്രം ബാംഗ്ലൂർ. ഇതൊരു 330 acres ആണ്. ഇതിന്റെ കമ്പൗണ്ട് വാൾ തന്നെ 10 kilometer ആണ്. അപ്പോൾ 330 ഏക്കറിലാണ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഗോൾഫ് കോഴ്സ് വിത്ത് എ വില്ല കമ്മ്യൂണിറ്റി. ഞങ്ങളവിടെ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് ഒരു 13 ലേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ടർ ഗോൾഫിന് ഒത്തിരി വെള്ളം വേണം. സോ അതും ഈ ഒരു ഡ്രീം പ്രോജക്റ്റ് കാരണം ഞങ്ങൾ ലോൺ എടുത്തിട്ടില്ല. സി ലോട്ട് ഓഫ് റിയൽ എസ്റ്റേറ്റ് കമ്പനി, ഐ തിങ്ക് വി ആർ വൺ ഓഫ് ദ വെരി ഫ്യൂ കമ്പനീസ് സീറോ ഡെറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി. മറ്റുള്ള കമ്പനിയൊക്കെ കൺസ്ട്രക്ഷൻ ലോണും പ്രോജക്റ്റ് ലോണും അവൈൽ ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ഒരു കോൺസെപ്റ്റ് വ്യത്യസ്തമാണ്. ഞങ്ങൾ സ്വപ്നം വിൽക്കണ കമ്പനിയാണ്. ഞങ്ങൾ സ്വപ്നമാണ് വിൽക്കണത്. ഞങ്ങളിപ്പോൾ ഒരു വീട് വിൽക്കുമ്പോൾ അതൊരു സ്വപ്ന ഭവനമാണ് വിൽക്കണത്. സോ അത് സെയിൽ ചെയ്തുമ്പോൾ അതുമ്പോൾ നമ്മൾ ലോൺ എടുത്താൽ, അതുമ്പോൾ ഒരു കൺസ്ട്രക്ഷൻ ലോൺ എടുത്താൽ ആ സ്വപ്നത്തിൻ്റെ ഡെലിവറി വിൽ ബിക്കം ഡിഫിക്കൽട്ട്. അപ്പോൾ എൻ്റെ ബിഗിനിങ് തൊട്ടിട്ട് എനിക്കൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ ഒരു പ്രോജക്റ്റ് ലോണോ ഒരു കൺസ്ട്രക്ഷൻ ലോണോ എടുക്കാൻ പാടില്ല. ബിക്കോസ് ദെൻ വി ആർ സേഫ് ഗാർഡിങ് ദ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞങ്ങളുടെ സ്വന്തം പൈസ ഇറക്കി ബിസിനസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരു ഫ്ലാറ്റ് മേടിക്കാൻ നിൽക്കുന്ന ഒരാൾ, ഒരു കോമണർ, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? സി ഇപ്പോൾ ഞാൻ പറയുമ്പോൾ യൂണിവേഴ്സൽ ആയിട്ട് പറയാം, ബാംഗ്ലൂർ കേരളം കൂടിയിട്ട് പറയാം. നോക്കണം സാങ്ഷൻ ആൻഡ് ഈസ് ദ ബിൽഡർ ബിൽഡിംഗ് ആസ് പെർ സാങ്ഷൻ. ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. ഡീവിയേഷൻസ് ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ മെയിൻ്റനൻസ് അമൗണ്ട് ദേ അലൗ ടു ചെക്ക്. ഈ മന്ത്ലി മെയിൻ്റനൻസ് ഇസ് ലൈഫ് ടൈം. നിങ്ങൾ ഒരേ മാസം അത് പേ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സ്ട്രാ വേക്കൻസ ക്ലബ് ഹൗസ് ഉണ്ട്, എക്സ്ട്രാ വേക്കൻസ സെറ്റപ്പ് ഉണ്ടെങ്കിൽ വി ഷുഡ് ഓൾസോ ബി പ്രിപ്പയർഡ് ടു പേ ദറ്റ് എക്സ്ട്രാ വേക്കൻസ മെയിൻ്റനൻസ് എമൗണ്ട് എവറി മന്ത്. ബിക്കോസ് ദേ സേ ദറ്റ് ഫ്രീ മീൽസ് ഇസ് നോട്ട് അവൈലബിൾ, റൈറ്റ്? യു ഹാവ് ടു പേ ഫോർ യുവർ മീൽ. അപ്പോൾ you look at what is the maintenance fee that you have to pay every month, because that keeps recurring into this thing. And also look at a project where there are people who will live. What? Investors allade. So ningalippo oru investors ulla project you are not going to get a community. You will get an empty building all around. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരും. അപ്പോൾ എന്താണ് അവിടെ കമ്മ്യൂണിറ്റി? കോൺഫിഡൻറ്റ് ഡസൻറ്റ് സെൽ ടു ഇൻവെസ്റ്റേഴ്സ്, വി സെൽ ഇറ്റ് ഓൺലി ടു എൻഡ് യൂസേഴ്സ്. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയെ പറ്റി പറയല്ല.